അടുത്തത് കർക്കിടക കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുക. പുണർതത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക കൂറ്. ഇവർക്ക് ഇവരുടെ കർമ്മഭാവത്തിൽ 10ാം ഭാവത്തിൽ സൂര്യൻ ഉണ്ട്. അത് ആയതുകൊണ്ട് അവരുടെ കർമ്മ സംബന്ധമായിട്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. നൂതനമായിട്ടുള്ള പദ്ധതികളിൽ അവർ ഇടപെടും. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളിലുണ്ടാവുന്ന പല നേട്ടങ്ങളും അവരുടെ സ്ഥാപനത്തിലും അവർക്ക് വ്യക്തിപരമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ 9ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി അത്ര അനുകൂലമല്ല. അതുകൊണ്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും ചില അസ്വസ്ഥതകളും വിപരീതമായിട്ടുള്ള ഫലങ്ങളും ഒക്കെ ഇതോടൊപ്പം തന്നെ പറയേണ്ടതാണ്. ധനപരമായിട്ട് സ്ഥിരമായിട്ടുള്ള വരുമാനം ലഭിക്കും. വലിയ ലാഭമോ വലിയ നഷ്ടമോ ഇല്ലാത്ത ഒരു കാലമായിരിക്കും ഉണ്ടാകുന്നത്. ആരോഗ്യത്തിൽ പൊതുവെ അനുകൂലമാണ്. രോഗസാധ്യതകളോ ഒന്നും ഇല്ല. രോഗികളായിട്ടുള്ളവർക്ക് അത് ക്രമേണ കുറയുന്നതായിരിക്കും. കുടുംബത്തിൽ കുറച്ച് സന്തോഷവും അസമാധാനവും ഒക്കെ ഉണ്ടാകും എന്നുള്ളതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. സന്തോഷവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യും. ഇവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂവളത്തില കൊണ്ടുള്ള അർച്ചനയും കൂവളമാല ചാർത്തുക മുതലായവയും ചെയ്യുന്നത് വളരെ ഗുണപരമാണ്. നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്.